നിങ്ങൾ അന്വേഷണം നടക്കില്ല, അതിന് നിങ്ങൾ സമരം ചെയ്യണത്? അല്ലല്ല, അന്വേഷണം നടക്കണതിന് SFIO എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഏജൻസിയുടെ ഭാഗമായിട്ട് അവരൊരു അന്വേഷണം നടക്കണേ അതിന്റെ മുമ്പിൽ പോയി സമരം ചെയ്യണതിന് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അതിനെന്തിനാ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യണം? യൂത്ത് കോൺഗ്രസ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സമരം ചെയ്യുന്നല്ല. ഈ മാസപ്പടി ഈ വിവാദത്തിൽ തന്നെ ഞങ്ങൾ സമരത്തിലല്ലേ? ഞങ്ങൾ നാളെ മുതൽ സമരാജ്ഞ ആരംഭിക്കുകയാണ്. കാസർഗോഡ് മുതൽ മാസപ്പടി വിവാദം അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സർക്കാരിന്റെ അഴിമതി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. വലിയ സമരം ഞങ്ങൾ തുടങ്ങില്ല. നാളെ വീണ്ടും ഒരു റൗണ്ട് വിചാരണ സദസ്സ് തീർന്നേയുള്ളൂ. ഇത് തന്നെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും രാത്രിയും സമരം ചെയ്യാൻ പറ്റും. ഇത് വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. കാരണം ഒരു മാസം മുമ്പാണ് CPM കേന്ദ്ര നേതൃത്വം പറഞ്ഞത് ഈ സ്വകാര്യ സർവകലാശാലകൾ പാടില്ല എന്നുള്ള നിലപാടെടുത്ത്. ആ CPM കേന്ദ്ര നേതൃത്വം അറിയാതെ, LDF അറിയാതെ, CPM അറിയാതെ എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞില്ല എന്ന് നമുക്കറിയാലോ. അവരറിഞ്ഞിട്ടില്ല, അവരുടെ പ്രതികരണം കണ്ടറിയാം. നിങ്ങളോട് അവർ ദേഷ്യപ്പെടുകയും ചെയ്തു ഇന്നലെ ചോദിച്ചപ്പോൾ. ഇതാരും അറിയാതെ എവിടെ നിന്നാണ് സ്വകാര്യ സർവകലാശാല കെട്ടിയിറങ്ങിയത്? എന്തൊരു സമരമായിരുന്നു സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച് ഒരു ആലോചന വന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ വൈസ് ചെയർമാൻ അമേരിക്കൻ അംബാസഡറായിരുന്ന ശ്രീ TP ശ്രീനിവാസൻ സാറിനെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനാകാൻ പ്രായമുള്ള ഒരുത്തിനെ കൊണ്ട് കരണത്തടിപ്പിച്ചതല്ലേ ഈ പാർട്ടി CPM. ആദ്യം പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചൊരു ഒരു മാപ്പപേക്ഷ നടത്തി CPM. അത് മുഖ്യമന്ത്രി പോയാലും കുഴപ്പമില്ല, പാർട്ടി സെക്രട്ടറി പോയാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടൊന്ന് ഒരു മാപ്പപേക്ഷ, സാഷ്ടാംഗം കാലിൽ വീണ് ക്ഷമിക്കണമെന്ന് പറ. ആ വലിയ മനുഷ്യന്റെ, അദ്ദേഹത്തിനെ പോലെ പ്രായമുള്ള ഒരാളുടെ, പിന്നെ മുത്തച്ഛന്റെ പ്രായമുള്ള ഒരാളെ കൊണ്ട്, കൊച്ചുമോന്റെ പ്രായമുള്ള ഒരുത്തരെ കൊണ്ട് കരണത്തടിപ്പിച്ച പാർട്ടിയാണ്. പാർട്ടി. എന്നിട്ട് വേണ്ടാന്ന് ദേശീയ കേന്ദ്ര കമ്മിറ്റി പറയുക, സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുക, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുക. ആരും അറിയാതെ ഇത് വരിക. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്. ആ പാർട്ടി തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ടോ? ഞങ്ങളെതിരല്ലോ, ഞങ്ങളല്ല ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആലോചിച്ചത്, വിദ്യാഭ്യാസ രംഗം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആവശ്യമായ നിബന്ധനകളും ആവശ്യമായ നിയന്ത്രണങ്ങളും സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണം. ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഇവിടെ ഓട്ടോണമസ് കോളേജ് ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ നടത്തിയ സമരം എന്താ സമരം കേരളത്തിൽ നടത്തിയത്? പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പാട്ടും വെടിവെപ്പും. സ്വാശ്രയ കോളേജിനെതിരായിട്ടുള്ള സമരം നടത്തിയ ആളുകൾ വിദേശ സർവകലാശാലകളെ സ്വകാര്യ സർവകലാശാലകൾക്ക് പട്ടും വളയും കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്. പച്ച പരവതാനി വിരിച്ച് കൊണ്ടുവരാൻ നോക്കുകയാണ്. എന്തെല്ലാം കാണണം നമുക്ക്.